الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم اغفر لنا ولوالدينا ولمشايخنا يا رب العالمين. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായമായ സൂറത്തുൽ യൂസുഫിലെ 26 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതി നിർത്തിയത്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലും 4-3 ആയത്തുകളാണ് അർത്ഥവും ആശയവും നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് ആയത്തുകൾ ഒരു ദിവസം തന്നെ പഠിക്കാതിരിക്കുന്നതിൻ്റെ പിറകിലുള്ള കാരണം സൂറത്തുൽ യൂസുഫിലെ ഓരോ ആയത്തുകളും ഓരോ പദങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പാഠങ്ങൾ ഇതിലെ ഓരോ വരികളിലുണ്ട്, ഓരോ ആയത്തുകളുണ്ട്, ഓരോ പദങ്ങളിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആയം, ഖുർആനിൻ്റെ ആശയം, ഖുർആനിൻ്റെ അർത്ഥം, ഖുർആനിൻ്റെ സന്ദേശം എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 26-ാമത്തെ ആയത്ത്. ഖാല, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഹിയ റാവദത്നി അൻ നഫ്സി. അബ്ദുൽ അസീസിൻ്റെ ഭാര്യ സലീഹ യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിക്കുകയും യൂസുഫ് അലൈഹിസ്സലാം കൊതറിയോടുകയും വാതിൽ പടിക്കൽ വെച്ച് അബ്ദുൽ അസീസ് ഇത് കാണുകയും പിടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായപ്പോൾ സലീഹ എന്നാണ് ചരിത്രരേഖകളിലൊക്കെ കൊടുത്തത്, സുലൈഖ എന്നല്ല. മലയാളത്തിൽ സുലൈഖ എന്നൊക്കെ എഴുതുമെങ്കിലും സലീഹ എന്നാണ് അറബിയിൽ കിതാബുകളിലൊക്കെ അബ്ദുൽ അസീസിൻ്റെ ഭാര്യയുടെ പേര് എഴുതപ്പെട്ടതായി കാണുന്നത്. സലീഹ അവിടെ വെച്ച് പ്ലേറ്റ് മറിക്കുകയാണ്. യൂസുഫ് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ള ആരോപണം നടത്തുകയാണ്. ആ പശ്ചാത്തലത്തിൽ യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, ഹിയ റാവത്തനി അൻ നഫ്സി, ഇവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമം നടത്തിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി 2 തവണ കള്ള ആരോപണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ഈജിപ്തിലെ അടിമയായ സാഹചര്യത്തിൽ സലീഹ നടത്തിയ കള്ള ആരോപണം. ആ ആരോപണം വന്ന സമയത്ത് തൻ്റെ സത്യാവസ്ഥ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ കുറ്റക്കാരനല്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ചു. അതാണ് ഹിയ റാവദത്നി അൻ നഫ്സി, ഇവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആയത്തിൻ്റെ അർത്ഥം. അതേസമയം സൂറത്തുൽ യൂസുഫിലെ തന്നെ 77-ാമത്തെ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി ഒരു കള്ള ആരോപണം പറയുന്നുണ്ട്. എന്താ അത്? ഖാലൂ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും ഖാല അൻതും ശർറു മക്കാന വല്ലാഹു ആലം ബിമാ തസിഫൂൻ. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കൂടപ്പിറപ്പായ ബിന്യാമീനെ മോഷണത്തിൻ്റെ പേരിൽ ഈജിപ്തിൽ വെച്ച് പിടിക്കപ്പെടുന്നു. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഈ ബിന്യാമീൻ കട്ടിട്ടുണ്ടെങ്കിൽ ഈ ബിന്യാമീൻ്റെ സഹോദരനായ യൂസുഫും പണ്ടിങ്ങനെ കക്കലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തനിക്കെതിരെ മോഷണ ആരോപണം നടത്തിയ സഹോദരന്മാർക്കെതിരിൽ അവരെ ചീത്ത പറയുകയോ അവരെ ശകാരിക്കുകയോ ഒന്നും യൂസുഫ് അലൈഹിസ്സലാം ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൻ്റെ അധികാരിയാണ്, ഭരണാധികാരിയാണ്. അപ്പോൾ നോക്കണേ, അടിമയായ സമയത്ത് തൻ്റെ ഇസ്സത്തിന് വേണ്ടി തൻ്റെ ഭാഗം പറഞ്ഞ യൂസുഫ് അലൈഹിസ്സലാം ഭരണാധികാരിയായ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി പലരും ആക്ഷേപങ്ങളും കള്ള ആരോപണങ്ങളും നടത്തുന്ന സമയത്ത് അദ്ദേഹം ക്ഷമ സ്വീകരിച്ചു, ഇല്ലേ? ഒരു മഹലിന് പ്രസിഡൻ്റായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ MLA ആയി നിൽക്കുന്ന സമയത്ത്
അല്ലെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട പല സ്ഥാനങ്ങൾ വഹിക്കുന്ന സമയത്ത് പല കള്ള ആരോപണങ്ങളും ഉണ്ടാവും. അസൂയാലുക്കൾ പറയും, ശത്രുക്കൾ പറയും. എല്ലാത്തിനും മറുപടി പറയാൻ പോകേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും മറുപടി പറയാൻ പോവുക എന്നുള്ള നമ്മുടെ വിലയാണ് കുറക്കുക. അതിന് വലിയൊരു തെളിവാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി അദ്ദേഹം ഈജിപ്തിൻ്റെ ഭരണാധികാരിയാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ യൂസുഫ് കള്ളനാണെന്ന് പറഞ്ഞ സാഹചര്യത്തിലും അദ്ദേഹം മിണ്ടാതിരുന്ന ചരിത്ര പശ്ചാത്തലം. ഞാനതാണ് പറഞ്ഞു വരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂസുഫിലെ സംഭവത്തിലെ ഓരോ ആയത്തുകളിലും ഓരോ പദങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട ഖുർആന്റെ ഒരു ഭാഷയുടെ മനോഹാരിതയുണ്ട്, ഉള്ളടക്കത്തിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. എന്താ അത്? തൊട്ട് മുമ്പുള്ള ആയത്തിൽ സലീഖ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞെന്താ? ഈ യൂസുഫ് എന്നോട് അപമര്യാദയായി പെരുമാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ യൂസുഫ് എങ്ങനെയാ പറഞ്ഞത്? അല്ല, ഇവളാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത്. അപ്പോൾ സലീഖ പറഞ്ഞ കള്ളം അത് ജനറലായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള പറച്ചിലാണ്. അതേസമയം സലീഖയുടെ ചെയ്ത കുറ്റത്തെ പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത് സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പറച്ചിലാണ്. എന്താണ് അവിടെ നടന്നത് എന്ന് കൃത്യമായി പറഞ്ഞത് യൂസുഫാണ്. സലീഖ എന്താ പറഞ്ഞത്? ഇവൻ എന്നോട് അപമര്യാദയെ പെരുമാറി, പൊതുവായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അവിടെ നടന്ന സംഭവത്തെ കൃത്യമായി പറഞ്ഞത്, സ്പെസിഫിക് ആയി പറഞ്ഞത് യൂസുഫ് അലൈഹിസ്സലാമാണ്. ഇതെല്ലാം ഇന്നത്തെ പുതിയ നവീന കാലഘട്ടത്തിലെ കോടതി വ്യവഹാരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പൊ രണ്ടുപേരെ ഒരു കൊലക്കുറ്റത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ടു എന്ന് കരുതുക. അതിൽ ആരാണ് നിരപരാധി, ആരാണ് കൊലയാളി? അതിൽ ആരാണോ വളരെ സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് തൻ്റെ ഭാഗത്തുള്ള ന്യായങ്ങൾ പറയാൻ സാധിക്കുന്നത്, അവൻ സത്യം പറയുന്നവനാ. അതേസമയത്ത് സ്പെസിഫിക് ആയിട്ട് കൃത്യമായി പറയാൻ സാധിക്കാത്തവൻ അവൻ കളവ് പറയുന്നവനായിരിക്കും. ഉദാഹരണത്തിന് ഒരു കൊല നടന്നു. ആ കൊല നടക്കുന്ന സമയത്ത് ഒന്നാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു? അയാൾ കൃത്യമായി പറഞ്ഞു, ആ കൊല നടക്കുന്ന സമയത്ത് ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു, അവിടെ ഇന്ന പരിപാടിയിലായിരുന്നു, ആ പരിപാടിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ എന്നെ ഇന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇത്ര മണിക്ക് വന്നു, അങ്ങോട്ടേക്ക് ഇത്ര മണിക്ക് പോയി എന്ന് സ്പെസിഫിക് ആയിട്ട് ആ ദിവസം ആ സമയം എന്തൊക്കെ നടന്നു എന്നൊരാൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അയാൾ പറയുന്ന സത്യമാണ്. അതേസമയത്ത് രണ്ടാമത്തെ ആളോട് ചോദിച്ചു, ആ കൊല നടക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? രണ്ടാമത്തെ ആൾ അയാൾക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല, കൃത്യമായിട്ട് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അയാൾ എവിടെയായിരുന്നു, എത്ര സമയത്ത് അവിടെ എത്തി, എത്ര സമയത്ത് വന്നു എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ കള്ളം പറയണമെങ്കിലും ബുദ്ധി ഉപയോഗിക്കണമല്ലോ, അതിനൊരു ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. കള്ളം പറയാൻ വലിയ പ്രയാസമാണ്. കാരണം കള്ളം പറയണമെങ്കിൽ ഒരുപാട് സത്യത്തെ മറച്ചു വെച്ചാൽ മാത്രമേ മനുഷ്യന് കള്ളം പറയാൻ പറ്റൂ. അപ്പൊ ഇത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ കോടതി വ്യവഹാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആരാണ് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് തൻ്റെ ഭാഗത്തെ ന്യായം പറയുന്നത്, അവൻ പറയുന്നത് സത്യമായിരിക്കും. അതേസമയത്ത് സ്പെസിഫിക് ആയിട്ട് കൃത്യമായി പറയാൻ സാധിക്കാത്തവർ പറയുന്നത് കളവായിരിക്കും. വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുകയാണ്, വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹ. അങ്ങനെ അബ്ദുൽ അസീസിന്റെ കയ്യിൽ ഇവർ രണ്ടുപേരും പിടിക്കപ്പെടുകയാണ്. ആരാണ് ഇതിൽ കുറ്റക്കാരി എന്ന് മനസ്സിലാകുന്നില്ല. സലീഖ പറയുന്നു യൂസുഫാണ് കുറ്റക്കാരെന്ന് പറയുന്നു, യൂസുഫ് അലൈഹി ഇസ്ലാം പറയുന്നു സലീഖയാണ് കുറ്റക്കാരെന്ന് പറയുന്നു. അവിടെയാണ് ഷഹീദ ഷാഹിദും മിൻ അഹ്ലിഹ, സലീഖയുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സാക്ഷി ഈ സംഭവത്തിന് സാക്ഷി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പോയിന്റ് എന്താണ്? അദ്ദേഹം പറഞ്ഞ പോയിന്റ് വസ്ത്രം കീറി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ യൂസുഫിന്റെ വസ്ത്രത്തിന്റെ മുൻഭാഗമാണ് കീറിയതെങ്കിൽ യൂസുഫ് കളവ് പറയുകയാണ്. കാരണം എന്താ? യൂസുഫ് സലീഖയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ പീഡനത്തിൽ നിന്ന് സലീഖ കുതറി ഓടുന്നു. ആ പീഡനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കുതറി ഓടിയ സമയത്ത് കുതറി മാറിയപ്പോൾ പിടിച്ചിട്ടുണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന്റെ വസ്ത്രത്തിന്റെ മുൻഭാഗമായിരിക്കണം. അതേ സമയത്ത് സലീഖയാണ് യൂസുഫിനെ പിടിക്കാൻ പോയതെങ്കിൽ, സലീഖയാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചതെങ്കിൽ, സലീഖയാണ് യൂസുഫിനെ പിടിക്കാൻ ശ്രമിച്ചതെങ്കിൽ വസ്ത്രം കീറിയിട്ടുണ്ടാവുക കുപ്പായത്തിന്റെ പിറകിലായിരിക്കും എന്നൊരു ലോ പോയിന്റാണ് ഈ സാക്ഷി പറയുന്നത്. അപ്പൊ ഇവിടെ ഖുർആൻ ഉപയോഗിച്ച പദം ഷാഹിദ് എന്നാണ്.
ഷാഹിദ് എന്ന കണ്ണുകൾ കൊണ്ട് കണ്ട ആൾക്കാണ് ഷാഹിദ് എന്ന് പറയുക. പക്ഷെ ഇയാൾ ഈ സംഭവം കണ്ണുകൾ കൊണ്ട് കണ്ട ആളല്ല. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഖുർആൻ അയാളെ പറ്റി ഷാഹിദ് എന്ന് പറഞ്ഞു? കണ്ട സാക്ഷി എന്നുള്ള പദം ഉപയോഗിച്ചു. കാരണം അയാൾ പറഞ്ഞ പോയിന്റ് അത്ര കൃത്യമാണ്, അത്ര ശരിയാണ്. അയാൾ പറഞ്ഞ ആ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ആരാണ് സത്യം പറയുന്നത്, ആരാണ് കളവ് പറയുന്നത് മനസ്സിലായത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, മിൻ അഹ്ലിഹ, അയാൾ സലീഹയുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. സലീഹയുടെ എളാപ്പയുടെ മകനാണെന്ന് തഫ്സീറിലുണ്ട്, അതല്ല കാർണോരുടെ മകനാണെന്ന് വേറെ തഫ്സീറുകളുണ്ട്. ആരായാലും പ്രശ്നമില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഒരിക്കലും യൂസുഫ് അലൈഹിസ്സലാമിന് അനുകൂലമായിട്ടുള്ളൊരു സാക്ഷിയല്ല, മറിച്ച് ആർക്ക് അനുകൂലമായിട്ടുള്ള സാക്ഷിയാണത്? സലീഹക്ക് അനുകൂലമായ സാക്ഷിയാണ്. കാരണം സലീഹയുടെ കുടുംബക്കാരനല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും സലീഹക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാക്കാനല്ലേ നോക്കുക. അപ്പൊ അത്രമാത്രം സലീഹക്ക് അനുകൂലമായിട്ട് പോലും ഈ കുറ്റം ആരതാണെന്ന് തെളിഞ്ഞു? സലീഹയുടേതാണെന്ന് തെളിഞ്ഞു. എന്തു മാത്രല്ല, ഇതിൽ അദ്ദേഹം പറയാണ്, ഇൻകാന ഖമീസുഹു മിൻ ഖുദ്ദ മിൻ ഖുബ്ലിൻ ഫസദഖത്, യൂസുഫ് അലൈഹിസ്സലാമിന്റെ കുപ്പായം കീറിയതെങ്കിൽ മുമ്പിൽ നിന്നാണെങ്കിൽ ഫസദഖത്, അവൾ പറയുന്നത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് അലൈഹിസ്സലാം കള്ളം പറയുന്നവരിൽപ്പെട്ടവരാണ്. ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബ്രിൻ, ഇനിയെങ്ങാനും യൂസുഫ് അലൈഹിസ്സലാമിന്റെ വസ്ത്രം കീറിയത് പിറകിൽ നിന്നാണെങ്കിൽ ഫകദബത്, അവൾ പറയുന്നത് കളവാണ്. വഹുവ മിനസ് സാദിഖീൻ, യൂസുഫ് അലൈഹിസ്സലാം സത്യസന്ധന്മാരിൽ നിന്നുപെട്ടവനാണ്. ഇവിടെ നമ്മൾ കാണേണ്ട മനോഹരമായ ഒരു കാര്യം, രണ്ട് ന്യായങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആദ്യത്തെ ന്യായം ആർക്ക് അനുകൂലമായിട്ട് പറഞ്ഞത്? യൂസുഫ് അല്ലല്ലോ. ആദ്യത്തെ സലീഖ് അനുകൂലമായിട്ടല്ല പറഞ്ഞത്. കുപ്പായം കയറിയത് മുമ്പിൽ നിന്നാണെങ്കിൽ അവൾ സത്യം പറയുകയാണ്, യൂസുഫ് കള്ളം പറയുകയാണ് എന്നല്ല ആദ്യം പറഞ്ഞത്. അതെന്തുകൊണ്ട് ആദ്യം പറഞ്ഞു? കാരണം ഈ കുടുംബക്കാരൻ ആഗ്രഹിക്കുന്നത് സലീഖ ഇതിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തണം എന്നാണ്. യൂസുഫിന്റെ കാര്യം രണ്ടാമതേ പറയുന്നുള്ളൂ. വൈൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബ്രിൻ, വസ്ത്രം പിറകിൽ നിന്ന് കീറിയതാണെങ്കിൽ അവൾ കളവ് പറയുകയാണ്, അവനാണ് സത്യം പറയുന്നത് പോയിന്റ് രണ്ടാമതേ പറയുന്നുള്ളൂ. ആദ്യം സലീഹയുടെ കാര്യം പറയാൻ കാരണം എന്താ? സലീഹ എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്നാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? എന്ന് മാത്രല്ല, ഖുർആന്റെ ഭാഷ അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച ഭാഷ അതും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഖുദ്ദ മിൻ ഖുബ്ലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് അലൈഹിസ്സലാം സത്യസന്ധന്മാരിൽ പെട്ടവരാണ്. വസ്ത്രം കീറിയത് മുമ്പിൽ നിന്നാണെങ്കിൽ ഫസദഖത്, അവൾ പറയുന്നത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് അലൈഹിസ്സലാം കളവ് പറയുന്നവരിൽ പെട്ടവരാണ്. രണ്ടാമത്തെ ആയത്ത് എന്താ? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബ്രിൻ, വസ്ത്രം കീറിയത് പിറകിൽ നിന്നാണെങ്കിൽ ഫകദബത്, അവൾ കളവ് പറയാണ്. വഹുവ മിനസ് സാദിഖീൻ, യൂസുഫ് അലൈഹിസ്സലാം സത്യം പറയുന്നവരിൽ പെട്ടവരാണ്. ശരിക്കും അയാൾ ഇങ്ങനെയല്ല പറയേണ്ടിരുന്നത്. അയാൾ എങ്ങനെയാ പറയേണ്ടത്? ഒന്നാമത്തെ ആയത്ത് ഓക്കെയാണ്. രണ്ടാമത്തെ ആയത്തിൽ അയാൾ പറയേണ്ടത് ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബ്രിൻ, വസ്ത്രം കീറിയത് പിറകിൽ നിന്നാണെങ്കിൽ ഫസദഖ, യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത് സത്യമാണ്. വഹുവ മിനൽ കാദിബാത്ത്, അവൾ കള്ളം പറയുന്നവളിൽ പെട്ടവളാണ് എന്ന് പറയണം. അല്ലെ? തൊട്ട് മുമ്പുള്ള ആയത്ത് പോലെയാണ് രണ്ടാമത്തെ ആയത്ത് പറയുന്നതെങ്കിൽ, തൊട്ട് മുമ്പുള്ള ആയത്തിൽ എന്താ പറഞ്ഞത്? അവൾ പറയുന്ന സത്യമാണ്, അവൻ കള്ളം പറയുന്നവനിൽ പെട്ടവനാണ്. അതുപോലെയാണല്ലോ രണ്ടാമത്തെ ലൈനും പറയേണ്ടത്. ഇത് അദ്ദേഹത്തിന്റെ പദം ഖുർആൻ കോട്ടുകയാണ്, ആ സാക്ഷിയുടെ പദം ഖുർആൻ കോട്ടുകയാണ്. അപ്പൊ എന്ത് പറയണം? വൈൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബ്രിൻ ഫസദഖ, യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞത് സത്യമാണ്. വഹുവ മിനൽ കാദിബാത്ത്, അവൾ കള്ളം പറയുന്നവരിൽ പെട്ടവരാണെന്ന് പറയണം. പക്ഷേ അയാൾ അങ്ങനെ പറഞ്ഞില്ല. കാരണം എന്താ? അയാളുടെ മനസ്സിൽ പരമാവധി സലീഖ രക്ഷപ്പെടണം എന്നാണ് ആഗ്രഹം. പക്ഷെ എന്ത് സംഭവിച്ചു? ഫലമ്മാ റഅ ഖമീസഹു, ഈ ന്യായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് എന്താണ് നടന്നത് എന്ന് കാണാൻ വേണ്ടി ഇയാൾ സംഭവ സ്ഥലത്തേക്ക് വരുന്നത്. വാദമുഖങ്ങൾ ന്യായങ്ങൾ പറയുന്ന സമയത്ത് ഇയാൾ ആ രംഗം കണ്ടിട്ടില്ല. ന്യായങ്ങളും വാദമുഖങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ വേണ്ടി വന്നത്. കാണാൻ വേണ്ടി വന്നപ്പോൾ എന്ത് കണ്ടു? ഖുദ്ദ മിൻ ദുബ്രിൻ, വസ്ത്രം കീറിയത് പിറകിൽ നിന്നാണ്. അപ്പൊ ആരാ കുറ്റവാളി? സലീഖയാണ് കുറ്റവാളി.
യൂസുഫ് അലൈഹിസ്സലാം സത്യം പറഞ്ഞവനാണ്. യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയാണ്. ഖാൽ, ഇത് കണ്ടതും സലീഹയുടെ ഭർത്താവ് പറഞ്ഞു എന്ന് ചില തഫ്സീറിലുണ്ട്. അതേസമയം ഈ സാക്ഷിയായ മനുഷ്യൻ പറഞ്ഞു, ഖാല ഇന്നഹു മിൻ കൈദികുന്ന്, തീർച്ചയായും ഇത് സലീഹയുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണ്. അവളാണ് ഈ കുതന്ത്രവും അവളാണ് ഈ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചത്. ഇന്ന കൈദകുന്ന അദീം, തീർച്ചയായും സ്ത്രീകളുടെ പെണ്ണുങ്ങളുടെ തന്ത്രം അതീവ വലുതാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. ഖുർആൻ്റെ തഫ്സീറുകളിലൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില ഉപദേശങ്ങൾ, ചില സന്ദേശങ്ങൾ മുഅ്മിനീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കുവെക്കുന്നുണ്ട്. എന്താണ്? ഒന്നാമത്തത് അൽ ഇഖ്തിലാത്താണ്. അൽ ഇഖ്തിലാത്ത്, ഇത്തരം ഹറാമുകളിൽ മനുഷ്യന്മാർ ചെന്നപ്പെടുന്നതിൻ്റെ ഏറ്റവും പിറകിലുള്ള ഒന്നാമത്തെ കാരണം ഇഖ്തിലാത്ത്, കൂടിക്കലരുക. ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുക, അത് പരമാവധി നമ്മൾ ഒഴിവാക്കണം. എവിടെയാണ് അങ്ങനെ കൂടിക്കലരുന്ന സാഹചര്യം? വിവാഹ സദസ്സുകളിൽ, ഫാമിലികളിൽ നടക്കുന്ന പാർട്ടികളിൽ, യാത്രകളിൽ, ആരാധനാലയങ്ങളിൽ, പ്രോഗ്രാമുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ കൂടിക്കലരുന്നത് പരമാവധി ഒഴിവാക്കണം. അത് നമുക്ക് സാധിക്കൂല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. കൊറോണ ഒക്കെ വന്ന കാലഘട്ടത്തിൽ ഒരാൾ വേറൊരാളെ പോലും പരസ്പരം കണക്റ്റഡ് ആകാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെ സിസ്റ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ആളുകൾ പരസ്പരം കൂട്ടം കൂടാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെ സിസ്റ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ സാധ്യമാകും, വളരെ എളുപ്പത്തിൽ സാധ്യമാകും. അങ്ങനെ സാധ്യമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഏരിയകളിലുള്ളേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ അടുക്കലേക്ക് കയറിപ്പോകാൻ പാടില്ല, പ്രവേശിക്കാൻ പാടില്ല. പെണ്ണുങ്ങളെല്ലാം ഭക്ഷണം കൊടുക്കുന്ന, പെണ്ണുങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്ന കല്യാണ പരിപാടി, അവിടെ ഭക്ഷണം വിളമ്പാൻ വേണ്ടി പെണ്ണുങ്ങളെ ആക്കാം. കാറ്ററിങ്ങിന് പെണ്ണുങ്ങളെ കിട്ടും. അവിടെ ആണുങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അവിടെ ആൺകുട്ടികളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുപ്പക്കാരെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനെല്ലാം പുതിയ കാലത്ത് പല വഴികളുണ്ട്. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽ നിന്നുള്ളൊരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹം, അള്ളാഹുവിൻ്റെ റസൂലെ, ഭർത്താവിൻ്റെ സഹോദരനെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? അദ്ദേഹത്തിന് മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു വന്നു, ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും. അപ്പം അതേ വീട്ടിൽ തന്നെ എന്തുണ്ടാവും? ആ ജ്യേഷ്ഠൻ്റെ സഹോദരനുണ്ടാവും. ആ സഹോദരൻ ഇടക്കിടക്ക് അടുക്കളയിൽ വരുന്നുണ്ടാവും, റൂമിൽ പോകുന്നുണ്ടാവും, അവിടെ പോകുന്നുണ്ടാവും, ഇവിടെ പോകുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ അന്യ സ്ത്രീയാണല്ലോ, കാണാൻ പറ്റുമോ, കയറാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാല അൽഹം അൽ മൗത്ത്, സഹോദരൻ മരണമാണ്. സഹോദരൻ മരണമാണ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ബന്ധങ്ങൾ പോലും സൂക്ഷിക്കണം. അതിലൊക്കെ സൂക്ഷ്മത കാണിക്കണം. അതിലെല്ലാം വളരെ അലസത കാണിക്കാൻ പാടില്ല, വളരെ അലംഭവം കാണിക്കാൻ പാടില്ല. അവനിൻ്റെ സഹോദരനല്ലേ, അവനും അവളും എവിടെയെങ്കിലും പോയാൽ എന്താ പ്രശ്നം, യാത്രകൾ പോയാൽ എന്താ പ്രശ്നം, ഒറ്റക്കൊന്നിച്ചൊരു വാഹനത്തിൽ പോയാൽ എന്താ പ്രശ്നം, ആ രീതിയിലുള്ള അലംഭാവം അലസതയിൽ കാണിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മരണമാണ് എന്ന് പിറകിൽ പറയുന്നത് കാരണം അങ്ങനെ എങ്ങാനും സഹോദരനുമായിട്ട് ഇവർക്കൊരു മോശം ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മരണതുല്യമാണ്, അത്രയും മോശമാണ് എന്നർത്ഥമാണ് അല്ലേ. ഒരു പെണ്ണിന് ഭർത്താവിൻ്റെ സഹോദരനായിട്ട് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവുക എന്നുള്ളത് അത്രയും മോശമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അതിലൊന്നും അലസതയും അലംഭാവവും ഉണ്ടാവാൻ പാടില്ല. ഈ ഇഖ്തിലാത്ത് പോലെ തന്നെ പരസ്പരം ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരുക എന്നുള്ള പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നിരോധിച്ചതാണ് അൽ ഖുൽവത്ത്. അതായത് ഒരു ആണും ഒരു പെണ്ണും ഒരൊറ്റ സ്ഥലത്ത് ഒറ്റക്കാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദു മഹറമിൻ, ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാകാൻ പാടില്ല. ഒരു വാഹനത്തിൽ, ഒരു ഷോപ്പിൽ. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ അവളുടെ മഹറമായ ആളുണ്ടാണ്. ഒരു പെണ്ണിൻ്റെ സഹോദരൻ, ആ സഹോദരൻ്റെ സുഹൃത്ത്, അവരൊരു കാറിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, കാരണം മഹറമായ ഒരാൾ ആ വാഹനത്തിൽ കൂടെയുണ്ട്. അതേ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ സഹോദരി, ആ ചെറുപ്പക്കാരൻ്റെ ഫ്രണ്ട്, ഈ ഫ്രണ്ടിൻ്റെ കൂടെ തൻ്റെ സഹോദരി പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞേക്കാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞേക്കാൻ പാടില്ല.
അപ്പം അത് ആകാശം ഇടിഞ്ഞു പോവുക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആകാശം ഇടിഞ്ഞൊന്നും പോവില്ല, പക്ഷേ അങ്ങനെയുള്ളതിലൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, ഹറാമുകൾ സംഭവിക്കാറുണ്ട്. വിധങ്ങൾ എന്താ പറയുക, വലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മാദി മഹ്റമിൻ. ഒരു പെണ്ണ് യാത്ര ചെയ്യുന്ന സമയത്ത് അവളോടൊപ്പം മഹറമായുള്ള ആൾക്കാരുണ്ടാവണം. കാരണം ഉപദ്രവങ്ങൾ ഉണ്ടാവും, ആളുകളുടെ ഭാഗത്തുള്ള ഷർറുകൾ ഉണ്ടാവും. അത്തരം ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവളുടെ കൂടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവൾക്ക് അത്തരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ഫഖാമ റജുലുൻ, ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഫഖാല, ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഇംറഅതി ഖറജത് ഹാജതൻ, എൻ്റെ ഭാര്യ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. വഇന്നി ഉഖ്തിബതു ഫി ഗസ്വത്തിൻ കദാ വഖദ, ഞാൻ ഈ വർഷം ചില യുദ്ധത്തിന് പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഇൻതലിക് ഫഹുജ്ജ മാ ഇംറഅതിക, നീ നിന്റെ ഭാര്യയെ ഒറ്റക്കയക്കണ്ട, നീ നിന്റെ ഭാര്യയുടെ കൂടെ പോയിട്ട് ഹജ്ജ് നിർവഹിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. സമാനമായ മറ്റൊരു ഹദീസിലുള്ളത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരൊറ്റക്കൊരു സ്ഥലത്തായിട്ടുണ്ടെങ്കിൽ ശൈത്താൻ സാലിസുഹ, അവരിൽ മൂന്നാമനായി കൊണ്ടുവരിക ഷെയ്ത്താനായിരിക്കും. മനസ്സിൽ ആരാണെങ്കിലും, അത് എത്ര വലിയ തഖ്വയുള്ള ആളാണെങ്കിലും അവർക്കിടയിൽ ഹറാമായ ചിന്ത ഇട്ടുകൊടുക്കും. സലീഖയുടെ മനസ്സിൽ ഷെയ്ത്താൻ ചിന്ത ഇട്ടുകൊടുത്തതുപോലെ. മൂന്നാമത്തത്, ഇത്തരം സാഹചര്യങ്ങളിൽ അള്ളാഹുവിൽ നിന്ന് കാവൽ തേടാനാണ്. നമ്മൾ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സംഭവം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് സലീഖ യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിച്ചുകൊണ്ട് വിളിച്ചു. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞെന്താ, മാദല്ലാ, ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു. ഇത്തരം ഹറാമുകൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അള്ളാഹുവോട് കാവൽ തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകരിൽ അഖ്ലാഖി വൽ അഫ്ആലി വൽ അഹ്വാ. അള്ളാഹുവെ, മോശം മ്ലേച്ഛമായ ചിന്തകൾ എൻ്റെ മനസ്സിൽ വരുന്നതിൽ നിന്ന്, മോശം മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ എന്നിൽ നിന്ന് സംഭവിക്കുന്നതിൽ നിന്ന്, മോശം മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ എന്നിൽ നിന്ന് സംഭവിച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. മൂന്നുണ്ടാകാൻ പാടില്ല, ചിന്തകളും ഉണ്ടാകാൻ പാടില്ല, പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല, അഖ്ലാഖ് സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്യുമായിരുന്നു. നാലാമത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മടിയിൽ കനമില്ലെങ്കിൽ, സാധനം മടിയിൽ കനമുണ്ടാന്ന് അറിയില്ല, നമ്മുടെ മടിയിൽ കനമില്ല എന്ന് വെച്ചാൽ നമ്മൾ കുറ്റക്കാരല്ലെങ്കിൽ, നമ്മൾ നിരപരാധിയാണെങ്കിൽ, ആര് നമ്മളെ പറ്റി എന്ത് തരം ആക്ഷേപങ്ങളും പറഞ്ഞാലും, എന്ത് കള്ള ആരോപണങ്ങൾ നടത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിരപരാധിത്വം തെളിയിക്കും. ഇല്ലേ? യൂസുഫ് അലൈഹിസ്സലാം ഈ സംഭവത്തിന് സാക്ഷി ആരൊക്കെയാണ്? സലീഖ, ആ സാക്ഷി യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സലീഖയുടെ ഭർത്താവ്, അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇവരാണല്ലോ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആ രംഗത്തുണ്ടായത്. ഇവരെല്ലാവരും യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് പിന്നീട് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂസുഫ് തന്നെ കടന്നു വരുന്നുണ്ട്. സലീഖ തന്നെ പിന്നീട് തുറന്ന് സമ്മതിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂസുഫിലെ 51-ാമത്തെ ആയത്ത്, അന റാവത്തുഹു അൻ നഫ്സിഹി വഇന്നഹു ലമിന സ്സാദിഖീൻ. യൂസുഫ് സത്യസന്ധന, ഞാനാണ് അവനെ വശീകരിക്കാൻ ശ്രമിച്ചത്. ആരാ പറയുന്നത്? ഈ സലീഖ തന്നെ സമ്മതിക്കുകയാണ്. എന്താ സലീഖയുടെ ഭർത്താവായ അബ്ദുൽ അസീസ് പറഞ്ഞത്? ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം. ഇതെല്ലാം ഇവളുടെ തന്ത്രമാണ്. ഭർത്താവും യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ നിരപരാധിത്വം പറയുകയാണ്. മൂന്നാമത്തെ അള്ളാഹു എന്താ പറഞ്ഞത്? കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശ ഇന്നഹു മിൻ ഇബാദിൽ മുഖ്ലസീൻ. യൂസുഫ് അലൈഹി ഇസ്ലാം എൻ്റെ നിഷ്കളങ്കനായ അടിമകളിൽപ്പെട്ടതാണ്. അപ്പം നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ മടിയിൽ കനമില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഹറാമിൻ്റെ കറ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിരപരാധിത്വം തെളിയിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം. ഈ സംഭവത്തിൽ ഒരു സാക്ഷി യൂസുഫ് അലൈഹി ഇസ്ലാമിന് അനുകൂലമായി സാക്ഷി പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അങ്ങനെ സാക്ഷി പറഞ്ഞത് തൊട്ടിലിൽ കിടന്നൊരു കുഞ്ഞാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 4 പേരാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചത്. മീൻസ് വളരെ ചെറുപ്പത്തിൽ, സംസാരിക്കാനൊക്കെയുള്ള പ്രായമൊക്കെ ആകുന്നതിന് മുമ്പ് തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് സംസാരിച്ചത് 4 പേരാണ്. ഒന്നാമത് മറിയം അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഈസ, രണ്ടാമത്തത് ജുറൈജ് അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തിലെ കുട്ടി, മൂന്നാമത്തത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തിലെ കുട്ടി, നാലാമത്തത് ഫിർഔന്റെ മകളുടെ മുടി വാരിക്കൊടുത്ത പെണ്ണിൻ്റെ കുട്ടി. ഇവർ 4 പേരാണ് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു.
പക്ഷെ അങ്ങനൊന്നുമല്ല, ഇത് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞൊന്നല്ല, മറിച്ച് വളരെ മുതിർന്ന ഒരു വലിയ ആൾ തന്നെയാണ് ഇതിനനുകൂലമായി സാക്ഷി പറഞ്ഞത് എന്നാണ് അധികപക്ഷ മുഫസ്സിരീങ്ങൾ പറയുന്നത്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തത്, ഈസാ അലൈഹിസ്സലാം അദ്ദേഹം തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു. എന്തായിരുന്നു അതിൻ്റെ ചരിത്ര പശ്ചാത്തലം? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് മറിയം ബീവിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ നൽകി. അപ്പോൾ കുഞ്ഞിനെയും പ്രസവിച്ചുകൊണ്ട് മറിയം അലൈഹിസ്സലാം ബനൂ ഇസ്രായേലുകാരുടെ മുമ്പിലേക്ക് വരികയാണ്. ബനൂ ഇസ്രായേലുകാരുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവർ മറിയം ബീവിയോട് പറഞ്ഞു, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക ബഗിയ ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു ഖാലൂ യാ മറിയം ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂക ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക ബഗിയ. മറിയം, നീ എന്ത് കുറ്റമാണ് ചെയ്തത്? നിന്റെ ഉപ്പ നല്ല മനുഷ്യനല്ലേ, നിന്റെ ഉമ്മ നല്ല മനുഷ്യനല്ലേ, എത്ര നല്ല ഉന്നതരായിട്ടുള്ള ആൾക്കാരാ. അത്രയും ഉന്നതരായിട്ടുള്ള ആളുടെ മകളായ നീ വ്യഭിചാര ബന്ധത്തിലൊരു കുഞ്ഞുമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ പരിചയത്തിൽ മറിയം അലൈഹിസ്സലാം വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കണ്ട ആളുകളൊക്കെ സംശയിക്കുകയും അവൾ കുറച്ച് വ്യഭിചാരാരോപണം നടത്തുകയും ചെയ്യുമല്ലോ. ഫഅശാറത് ഇലൈഹി, അപ്പോൾ മറിയം അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാമിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ഖാലു കൈഫ നുകല്ലിം മൻ കാന ഫിൽ മഹ്ദി സബിയ. അവർ ചോദിച്ചു, എന്തായി നീ ചൂണ്ടിക്കാണിക്കുന്നത്, എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്ന നിനക്ക് അനുകൂലമായി പറയുമെന്നാണ് നീ പറയുന്നത്? ഖാല ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ് വജഅൽ നബിയ. ആ സമയത്തിൽ, ആ ഘട്ടത്തിൽ മഹാനായ ഈസാ അലൈഹിസ്സലാം മറിയമിൻ്റെ കയ്യിൽ പാല് കുടിക്കുന്ന കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ നിരപരാധിയാണ്. എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് യാതൊരു ഹറാമും സംഭവിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ നൽകിയ കുഞ്ഞാണ് ഞാൻ, അള്ളാഹു നിയോഗിച്ച നബിയാണ് ഞാൻ എന്ന അർത്ഥത്തിൽ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ അലൈഹിസ്സലാം ആ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയാണ്. ഇതാണ് ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന സംഭവം. രണ്ടാമത്തത് ജുറൈജിൻ്റെ സംഭവമാണ്. അതും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വരുന്ന ഹദീസിൽ കൂടി സ്ഥിരപ്പെട്ടതാണ്. എന്തായിരുന്നു അത്? ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു ആബിദായ മനുഷ്യൻ ബനൂ ഇസ്രായേലുകാർക്കിടയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആശ്രമം പണിയുകയും ആ ആശ്രമത്തിലിരുന്നു കൊണ്ട് 24 മണിക്കൂറും അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരിക്കലും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉമ്മ വന്നു. ജുറൈജെ എന്ന് വിളിച്ചു. അദ്ദേഹം നിസ്കാരത്തിലാണ്. നിസ്കാരം മുറിച്ചിട്ട് ഉമ്മാൻ്റെ അടുക്കലേക്ക് പോകണം, അതല്ല നിസ്കാരം തുടരണോ അദ്ദേഹം ചിന്തിച്ചു. നിസ്കാരം അള്ളാഹിൻ്റെ മുമ്പിലല്ലേ, ഉമ്മാൻ്റെ മുമ്പ് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം നിസ്കാരം തുടർന്നു. ഉമ്മ മടങ്ങിപ്പോയി. രണ്ടാമത് പിറ്റേ ദിവസം ഉമ്മ വന്നു. ഇദ്ദേഹം വലിയൊരു മലയുടെ മുകളിലൊക്കെയാണ് ഈ ടെൻറ്റ്, ഈ ഒരു ആശ്രമമൊക്കെ പണിതിട്ട് ഇബാദത്തിൽ കഴിഞ്ഞു പോടുന്നത്. ജുറൈജെ എന്ന് വിളിച്ചു. ഇദ്ദേഹം അപ്പോഴും നിസ്കാരത്തിലാണ്. അപ്പം നിസ്കാരം മുറിച്ച് ഉമ്മാൻ്റെ അടുത്ത് പോകണോ? വേണ്ട, ആവശ്യമില്ല, അള്ളാഹിൻ്റെ മുമ്പിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം തുടർന്നു. മൂന്നാമത്തെ ദിവസം ഉമ്മ വന്നു. ജുറൈജെ എന്ന് വിളിച്ചു. അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, പോകണോ? പോകേണ്ട ആവശ്യമില്ല, അള്ളാഹിൻ്റെ മുമ്പിലല്ലോ. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനും ഉമ്മാൻ്റെ അടുക്ക പോകേണ്ട എന്താ ആവശ്യമുള്ളത്? അദ്ദേഹം ഉമ്മാൻ്റെ വിളി കേട്ടില്ല. ഉമ്മാൻ്റെ വിളി കേൾക്കാത്ത സമയത്ത് ആ ഉമ്മാക്ക് വലിയ വിഷമമായിട്ടുണ്ടാവില്ല. കാരണം 3 ദിവസം മകനെ കാണാൻ വന്നു, വിളിച്ചിട്ട് പോലും മകനൊന്നും ഇറങ്ങി വരുന്നില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് കാണാൻ പറ്റുന്നില്ല. ആ സമയത്ത് ആ സ്ത്രീ, ആ ഉമ്മ ദുആയിരുന്നു, അല്ലാഹുമ്മ ലാ തുമിതു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അല്ലാഹുവേ, എൻ്റെ മകനെ വ്യഭിചാരിണികളുടെ മുമ്പിൽ നീ നിന്ദ്യനാക്കി മാറ്റണേ. വ്യഭിചാരിണികളുടെ മുമ്പിൽ കുറ്റാരോപിതനായിക്കൊണ്ട് എൻ്റെ മകനെ നിർത്തുന്ന ഒരു ദിനം നീ ഉണ്ടാക്കണമെന്ന് ആ ഉമ്മ ദുആ ചെയ്തു. ഉമ്മ ശപിച്ചു. കാരണം ആ സ്ത്രീക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിട്ടുണ്ട്. മകനൊന്ന് കാണാൻ വേണ്ടി വന്നു, മകൻ കാണാൻ കൂട്ടാക്കുന്നതിൽ ഇബാദത്തിൽ തന്നെ കഴിഞ്ഞുകൊടുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. ആ ജനതയിൽ ബനൂ ഇസ്രായേലുകാരിൽ വളരെ സൗന്ദര്യമുള്ള ഒരു വ്യഭിചാരിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഈ ജുറൈജിൻ്റെ ഇബാദത്തിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനെ പറ്റി എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഈ വ്യഭിചാരിണിയായ പെണ്ണിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചു. അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ വലിയൊരു ആബിദുണ്ടോ? ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ എൻ്റെ കൂടെ ഇറങ്ങി വരും. ഞാനൊരു ഹറാമിലേക്ക് ക്ഷണിച്ചാൽ എത്ര വലിയ ആബിദാണെങ്കിൽ പോലും എൻ്റെ സൗന്ദര്യം കണ്ടും മയങ്ങിയിട്ട് എൻ്റെ കൂടെ വരും എന്ന് ആ വ്യഭിചാരിണിയായ പെണ്ണ് പറഞ്ഞു. അവൾ പിറ്റേന്ന് തന്നെ അണിഞ്ഞൊരുങ്ങിയിട്ട് ജുറൈജ് അലൈഹിസ്സലാമിൻ്റെ ജുറൈജിൻ്റെ അടുക്കൽ പോയി. ആബിദായ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ജുറൈജിൻ്റെ അടുക്കൽ. പക്ഷെ ജുറൈജ് ആ സ്ത്രീയിലേക്കൊന്നും നോക്കുക പോലും ചെയ്തില്ല. അവളെ മൈൻഡാക്കില്ല. കാരണം അത്രത്തോളം തഖ്വയുള്ള മനുഷ്യനായിരുന്നു ജുറൈജ്. നോക്കുക പോലും ചെയ്തില്ല. അവ ഈ സ്ത്രീക്ക് വലിയ വിഷമായി. നോക്കുന്ന ഈ ജുറൈജിൻ്റെ ആശ്രമത്തിൻ്റെ ചുറ്റുവട്ടത്ത് ആടിനൊക്കെ മേച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്.
ഈ ചെറുപ്പക്കാരനുമായിട്ട് ഈ വ്യഭിചാരിണിയായ പെണ്ണ് പ്രേമത്തിലായി. ആ ആടിനെ മേച്ച് നടക്കുന്ന ചെറുപ്പക്കാരന് കൂടി ഈ പെണ്ണ് ഗർഭിണിയായി മാറി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ വ്യഭിചാരിയായ പെണ്ണൊരു കുഞ്ഞിനെയായിട്ട് വന്നു. നാട്ടുകാരോടൊക്കെ പറഞ്ഞു ഈ കുഞ്ഞ് ജുറൈജിന്റെ മകനാണ്. കാരണം ജുറൈജിനെ വശീകരിക്കാൻ സാധിക്കുന്നില്ല, വലിയ ആബിദാണ്, വലിയ മുത്തക്കയാണ്. അപ്പോൾ ആ ആശ്രമത്തിന്റെ പരിസരത്ത് ആടും മേച്ച് നടക്കുന്ന ഒരു ആട്ടിടയന്റെ കൂടെ ബന്ധത്തിൽ ഏർപ്പെട്ടൊരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടാണ് ഇത് ജുറൈജിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞത്. ആളുകളൊക്കെ ബഹളത്തിലായി. നമ്മൾ വലിയ ആബിദാണെന്ന് കരുതിയ മൊയിലാര് ഈ പണിയൊപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നിട്ട് ജുറൈജ് അലൈഹിസ്സലാമിനെ അടിച്ചു. അദ്ദേഹത്തിന്റെ ആ സൗമാത്ത്, ആ ആശ്രമം തകർത്തു കളഞ്ഞു. അദ്ദേഹത്തെ വലിച്ചു വെച്ചു, വസ്ത്രം കീറി നടുറോട്ടിൽ കൊണ്ടുവച്ച് വെച്ചു. ആളുകൾ വിചാരണ നടത്തൂലേ. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം മനുഷ്യൻ ജുറൈജ് ചോദിച്ചു, എന്തിന്റെ പേരിലാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്? അപ്പൊ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ജുറൈജ് ചോദിച്ചു, ആ കുട്ടി എവിടെയെന്ന് ചോദിച്ചു. ആ കുട്ടിയെ കൊണ്ടുവന്നു. ജുറൈജ് വുദു എടുത്തു, നമസ്കരിച്ചു. നമസ്കരിച്ച ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ അടുക്കൽ വന്ന് കുട്ടിയെ ഒന്നിങ്ങനെ കുത്തി. ഖാൽ, എന്നിട്ട് ചോദിച്ചു, യാ ഗുലാം, അല്ലയോ കുഞ്ഞെ, മൻ അബൂക്ക്, ആരാണ് നിന്റെ ഉപ്പ എന്ന് ചോദിച്ചു. ഖാൽ ഫുലാനുർ റാഹി, എൻ്റെ ഉപ്പ ആ ആട്ടിടയനാണ് എന്ന് ആ കുഞ്ഞ് സംസാരിച്ചു. ഇത് ബുഖാരിയുടെ മുസ്ലിമിന്റെ ഹദീസാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവമാണ്, ബനു ഇസ്രായേലുകാരിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ആണ് നാട്ടുകാർക്ക് മനസ്സിലായത് ജുറൈജ് പറഞ്ഞ സത്യമാണ്. അവർ ചോദിച്ചു, ഞങ്ങൾ അറിയാതെയാണ് നിങ്ങളുടെ ആശ്രമം തകർത്തു പോയത്, ഞങ്ങൾ പകരം സ്വർണം കൊണ്ടുള്ളൊരു ആശ്രമം നിങ്ങൾക്ക് പണിതുതരാം. ജുറൈജ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് മണ്ണുകൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ആശ്രമമാണ്, ഇബാദത്ത് ചെയ്യാനുള്ളൊരു ടെൻ്റാണ്, ഒരു കൂടാരാണ്, അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. ഈ സംഭവത്തിൽ കൂടെ എന്ത് മനസ്സിലായി? എന്തായിരുന്നു ഇതിൻ്റെ പിറകുള്ള കാരണം? എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും എത്ര വലിയ ആബിദാണെങ്കിലും ഉമ്മാൻ്റെ വിളിക്ക് ഉത്തരം നൽകാത്തതിൻ്റെ പേരിൽ അത്ര വലിയൊരു ആബിദിന് കിട്ടിയ, അയാളുടെ കയ്യിൽ നിന്നുണ്ടായ മോശത്ത് ചില്ലറൊന്നല്ലല്ലോ, കറാമത്ത്. ഒന്ന് വിരലുകൊണ്ട് കുത്തുമ്പോൾ തന്നെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കണമെങ്കിൽ അദ്ദേഹം എത്ര വലിയ ദറജയിലുള്ള വലിയാണ്. പക്ഷെ അത്ര വലിയ ദറജയിലുള്ള വലിയ ആയിട്ട് പോലും അയാൾ എത്രമാത്രം അപമാനിതനായതിൻ്റെ പിറകിലുള്ള കാരണം ഉമ്മാനോടുള്ള അനാദരവിൻ്റെ പേരിലാണ്. ഇതാണ് രണ്ടാമത്തെ കുട്ടി. മൂന്നാമത്തെ തൊട്ടിൽ കിടന്ന് സംസാരിച്ച കുട്ടി ഫിർഔൻ. ഇതും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കൂടി സ്ഥിരപ്പെട്ടതാണ്. മഹാനായ ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫിർഔന്റെ മകൾക്ക് മുടിയെല്ലാം വാരിക്കൊടുക്കുന്ന ഒരു സേവകയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരിക്കൽ ഫിർഔന്റെ മകളുടെ മുടി വാരിക്കൊടുക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചീർപ്പ് നിലത്ത് വീണു. അപ്പൊ നിലത്ത് വീണ ചീർപ്പ് എടുക്കാൻ വേണ്ടി ഈ മുടിയൊക്കെ വാരിക്കൊടുക്കുന്ന ഈ സേവകയായ വൃത്തിയായ പെണ്ണ് കുനിഞ്ഞെടുക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. അപ്പോൾ ഫിർഔന്റെ മകൾ ചോദിച്ചു, അബി ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന അബി എൻ്റെ ഉപ്പാനല്ലേ? അള്ളാഹ് ആരാണ്? ഈ മകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ആരാണ്? ഫിർഔനാണ്. ഫിർഔന്റെ കാലഘട്ടത്തിൽ ദൈവം ആരായിരുന്നു? അള്ളാഹ് ആരായിരുന്നു? ഫിർഔനല്ലേ? ഞാനാണ് ഈ ലോകത്തിന്റെ എല്ലാം അധിപൻ, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച മനുഷ്യരായിരുന്നല്ലേ ഫിർഔൻ. അപ്പോൾ ഈ വൃത്തിയോട് സേവകയോട് ഈ മകള് ചോദിച്ചു, നിങ്ങൾ ബിസ്മില്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എൻ്റെ ഉപ്പാനല്ലേ? അപ്പം ആ സ്ത്രീ പറഞ്ഞു, ലാ വലാകിൻ റബ്ബി വറബ്ബു അബീക അല്ലാഹ്, അല്ല, എൻ്റെയും നിൻ്റെയും നിൻ്റെ ഉപ്പാൻ്റെയും ഒക്കെ റബ്ബായിട്ടുള്ള ഒരു അള്ളാഹു ഉണ്ട്, അവനെയാണ് ഞാൻ ഓർത്തത് എന്ന് ഈ വൃത്തിയായ മുടി വാരി കൊടുക്കുന്ന പെണ്ണ് പറഞ്ഞു. ആ മോള് പറഞ്ഞു, ഞാൻ ഈ കാര്യം ഉപ്പാനോട് പറഞ്ഞു കൊടുക്കും, ഫിർഔനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടി പോയിട്ട് ഉമ്മാനോട് ഫിർഔനോട് കാര്യം പോയി പറഞ്ഞു കൊടുത്തു. ഫിർഔൻ ആ മുടി വാരുന്ന പെണ്ണിനെ വിളിച്ചു വരുത്തി ചോദിച്ചു, യാ ഫുലാന വഇന്നലക റബ്ബൻ ഗൈറി, ഞാനല്ലാത്ത വേറെ റബ്ബുണ്ടോ എന്ന് ചോദിച്ചു. ഖാലത്ത് നാം, അവൾ പറഞ്ഞു, അതെ, റബ്ബി വറബ്ബുക്കല്ലാ, എൻ്റെയും നിൻ്റെയും റബ്ബ് അള്ളാഹുവാണ്. ഫിർഔന് ദേഷ്യം പിടിച്ചു. തൻ്റെ കൊട്ടാരത്തിലെ കേവലം സേവകയായൊരു പെണ്ണ് ഞാനല്ല റബ്ബ് എന്ന് പറയുകയാണോ? ഞാനല്ല ഇലാഹ്, ഞാനല്ല അള്ളാഹു എന്ന് പറയുകയാണ്. ഫിർഔൻ ഒരു പിച്ചളയിനാലുള്ള ഒരു പശു, ആ പശുവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ ചുട്ട് പഴിപ്പിച്ചു. പിച്ചള കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം പോലുള്ള പശു, അതിനെ ചുട്ട് പഴിപ്പിച്ചു. ആ ചുട്ട് പഴിപ്പിച്ച ആ പശുവിൻ്റെ മുകളിലേക്ക് ഈ പെണ്ണിനെയും
ആ പെണ്ണിൻ്റെ കുഞ്ഞുങ്ങളെയും എടുത്തു വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചൂട്, അന്നത്തെ കാലത്തെ ശിക്ഷകളൊക്കെ ഇത്തരം കഠിനമായിട്ടുള്ള ശിക്ഷകളായിരിക്കുമല്ലോ. ആ പിച്ചളയുടെ ചൂടാക്കപ്പെട്ട പിച്ചളയിലുള്ള ആ പശുവിൻ്റെ മുകളിൽ കിടന്ന് ഇരുന്നു കൊണ്ട് ആ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് വേണം ഇവർ മരണപ്പെടാൻ. അത്രയും വലിയ കഠിന ശിക്ഷയാണ് കൊടുത്തത്. അപ്പോൾ ഈ പെണ്ണ് ആവശ്യപ്പെട്ടു, എനിക്കൊരു അപേക്ഷ മാത്രമുണ്ട്. അപ്പോൾ ഫിറോൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ പറഞ്ഞു, മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും ഒരു കഫൻ തുണിയിൽ കബറടക്കണം എന്ന് ഈ പെണ്ണ് ഫിറോനോട് ആവശ്യപ്പെട്ടു. ഫിറോൻ സമ്മതിച്ചു. ഓക്കെ, ദാലിക്കലക്കീൻ അലൈന മിനൽ ഹക്ക്, ഞാൻ എങ്ങനെ ചെയ്തോളാം. അങ്ങനെ ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. ആ പെണ്ണിനെ കൊണ്ടുവരപ്പെട്ടു, ആ പെണ്ണിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരപ്പെട്ടു. അപ്പം ഓരോ കുഞ്ഞുങ്ങളെ, ഓരോ മക്കളെയും എടുത്തിട്ട് ഈ രീതിയിൽ ശിക്ഷിച്ചു കൊന്നു. അതൊക്കെ ആ പെണ്ണ് കാണുകയാണ്, ആ സ്ത്രീ കാണുകയാണ്. ആ പെണ്ണിന് അത്രമാത്രം അള്ളാഹുവിലുള്ള ഈമാനുണ്ട് എന്നുള്ള തെളിവാണ്. ഒരു വേള ഈ ഫിറൗനെ നീയാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് രക്ഷപ്പെടാം, പെണ്ണിന് മക്കളെ രക്ഷപ്പെടുത്താം. പക്ഷെ ആ പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല, അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞു. എല്ലാ കുഞ്ഞുങ്ങളും ആ പെണ്ണിൻ്റെ മുമ്പിൽ ഈ രീതിയിൽ ആ ചുട്ടുപയിപ്പിച്ച പശുവിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് കരിഞ്ഞു വീഴുന്നത് ആ പെണ്ണ് കണ്ണുകൾ കൊണ്ട് കണ്ടു. ഏറ്റവും ഒടുക്കം ആ പെണ്ണ് പാല് കൊടുക്കുന്ന ചെറിയൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടി ഫിറഔന്റെ കിങ്കരന്മാർ വന്നു. ആ കുഞ്ഞിനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കരിച്ചു കൊല്ലാൻ വേണ്ടി. ആ സമയത്ത് ആ പെണ്ണിന് ബേജാറായി, വിഷമായി. കാരണം തൻ്റെ വേറെ മക്കളൊന്നും ശിക്ഷ ഏറ്റുവാങ്ങുന്ന കണ്ടിട്ട് മനസ്സിലൊരു പതർച്ച ഉണ്ടായിട്ടില്ല, ഈമാനിലൊരു പതർച്ച ഉണ്ടായിട്ടില്ല. പക്ഷെ പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ പോയ സമയത്ത് അജലിഹി, ആ പെണ്ണിൻ്റെ മനസ്സിൽ ബേജാറ് വന്നു. ആ സമയത്ത് ആ തൊട്ടിലിൽ കിടക്കുന്ന, കയ്യിൽ കിടക്കുന്ന ആ കുഞ്ഞ് സംസാരിച്ചു, യാ ഉമ്മ ഇക്കത്തഹമി, ഉമ്മ ബേജാറാവണ്ട, മുന്നോട്ട് പോയിക്കോ. ഫൈന്ന അദാബ് ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ആഖിറത്തിലെ ശിക്ഷയേക്കാൾ വളരെ നിസ്സാരമാണ് ദുനിയാവിലെ ശിക്ഷ. ആ പെണ്ണ് ആ പാല് കൊടുക്കുന്ന കുഞ്ഞിനുമായിട്ട് പോയിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി. പിന്നീട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഏറ്റവും വലിയ വിധാനത്തിൽ ആ പെണ്ണ് അവരുടെ ഈമാൻ്റെ പേരിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ കുട്ടിയും തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചൊരു കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതാണ്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ ബാക്കി ഒരായത്തും കൂടി ബാക്കിയുള്ളത്. യൂസുഫ് ആരിൽ അൻഹാദ, യൂസുഫെ ആരിൽ ഹാദ അൻഹാദ, നീ ഇത് വിട്ടുകളയുക. അബ്ദുൽ അസീസ് പറയുകയാണ്, ഈ സംഭവം നീ വിട്ടുകളയുക, നീ ഇതാരോട് പറയണ്ട, ആരോട് പരസ്യപ്പെടുത്തണ്ട. വസ്തഗ്ഫിരി ലിദംബിക, അബ്ദുൽ അസീസ് തൻ്റെ ഭാര്യയോട് പറയാണ്, വസ്തഗ്ഫിരി, നീ പാപമോചനം തേടുക, ലിദംബിക, നിന്റെ പാപത്തിന് അള്ളാഹുവോട് പാപമോചനം തേടുക. ഇന്നക്കി കുന്തി മിനൽ ഖാത്തിഈൻ, തീർച്ചയായും നീ പിയച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് അബ്ദുൽ അസീസ് സലീഹയോട് തുറന്നു പറയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ്റെ ആശയാർത്ഥം മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.